ഓക്കെ. Magic. അപ്പോൾ നമുക്കിന്ന് ഫ്രൈഡേ ആണ്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമുക്ക് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ പ്രവീണ മാം ആണ്. സോ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് 10-year ലോയൽറ്റി ബോണസ് ആണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. Good morning. Thank you so much. Thank you. Okay. Good morning, എല്ലാവർക്കും Pravina. ഇന്നത്തെ സെഷനിൽ ഗുഡ് മോർണിംഗ് ശ്രീമൻ. താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോ സമയം 6 മണി ആവാറായി. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു 15 മിനിറ്റ് നമ്മുടെ ഒരു 10 വർഷം കൂടി കൂട്ടിത്തരാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി തരാമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു കഥയല്ല, ഒരു കാതറിന്റെ ഒരു ജീവിത അനുഭവമാണ്. അവര് വായിച്ച നമ്മളിലേക്ക് വെളിച്ചം പകർന്നുന്ന ഒരു പുസ്തകത്തെ കൂടി, രണ്ട് വ്യക്തികളെ കൂടി അവർ ഈ കഥയിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ കാതറിൻ സ്വന്തമായിട്ട് ഒരു ഫേം നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൺസൾട്ടൻസി സ്ഥാപനമാണ്. അപ്പൊ കാതറിൻ കുറച്ച് ദൂരെ, ഏകദേശം ഒരു 8 മണിക്കൂറോളം യാത്രയുള്ള ഒരു തന്റെ ദൂരെയുള്ള ഒരു ക്ലയന്റിനെ കാണാൻ യാത്ര തിരിക്കുകയാണ്. അപ്പൊ അന്നേ ദിവസം ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി എത്തി. പിറ്റേന്നാണ് മീറ്റിംഗിന്റെ സമയത്ത് 10 മണി എന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്തോ കാരണവശാൽ ക്ലയന്റിന് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതിനെ തുടർന്ന് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് കാതറിൻ ആ ക്ലയന്റിനെ കാണാൻ അവസരം ഒരുക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് കാതറിൻ വിചാരിച്ചു, എന്തായാലും ഒരു 3 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും തൊട്ടടുത്ത് ഒരു മൂവി നടക്കുന്നുണ്ട്, തിയേറ്ററിൽ ഒരു മൂവി കാണാൻ പോയത്. തൊട്ടടുത്താണ് മൂവിയിൽ ആ തിയേറ്റർ തൊട്ടത്. കാതറിൻ എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോ കറക്റ്റ് കാതറിൻ 10 മണിക്ക് അവിടെ എത്തി. അപ്പൊ 10:30ക്കാണ് മൂവി തുടങ്ങുന്നത്. കാതറിൻ ഈ ഒരു തിയേറ്ററിലേക്ക് എത്തിയപ്പോ സമയം 10:25. അപ്പൊ കാതറിൻ ജസ്റ്റ് കൗണ്ടറിൽ പോയി ചോദിച്ചു ഇപ്പൊ ഏതാ മൂവി ഇല്ല. അപ്പൊ അവിടെ ഇരുന്ന 2-3 മൂവിയുടെ പേര് പറഞ്ഞു. അപ്പൊ കാതറിൻ ചോദിച്ചു ഇപ്പൊ ഈ സമയത്ത്, അപ്പൊ അവര് പറഞ്ഞത് ഇപ്പൊ ഒരു മൂവി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കാതറിൻ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ആ ഒരു 2ാം നിലയിലുള്ള സ്റ്റെയർ കേസിലേക്ക് ഓടി കയറുക. ഈ ഓടിക്കയറുന്ന സമയത്ത് അവിടെ സ്റ്റെപ്പ് അല്ല, അവിടെ ഒരു ഇങ്ങനെ അങ്ങനെ ഒരു സാധാരണ ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന ഒരു ചെറിയൊരു പാത പോലെയാണ്, റൗണ്ട് ആയിട്ടാണ് കാതറിൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് സ്റ്റെയർ കേസ് അപ്പുറത്താണല്ലോ. കാതറിൻ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്റ്റെപ്പ് വരെ ഓടി എത്തേണ്ടതെന്ന് ചോദിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടി പെട്ടെന്ന് ഓടി പോവാണ്. ഓടി പോകുന്നതിനിടയിൽ പെട്ടെന്ന് കാതറിൻ കാലെടുത്ത് നിലത്ത് വീണു. കാലെടുത്ത് നിലത്ത് വീണപ്പോൾ കാതറിൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അപ്പൊ വേഗം എഴുന്നേറ്റ് കാതറിൻ നമ്മളെല്ലാരും ചെയ്യും പോലെ ചുറ്റുപാടൊന്നും നോക്കി. അപ്പൊ ആരും കണ്ടിട്ടില്ല, കാരണം എല്ലാവരും ഈ തിയേറ്ററിലേക്ക് തിരക്ക് കൂടി കയറുന്ന തിരക്കിലാണ്. കാതറിൻ വേഗം തന്നെ കൈയും കാലത്തിൽ തട്ടിക്കൊടഞ്ഞ് ഓടി തിയേറ്ററിൽ പോയി സിനിമയെല്ലാം കണ്ട് തിരിച്ചു വന്നു. അപ്പൊ കാതറിൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു വേദന തോന്നിയിരുന്നു, കയ്യില് വിരലിന്റെ ഇടയിൽ ഒരു വേദന തോന്നി. അപ്പൊ ആ വിരലിൽ അവിടെ ചെറിയൊരു ചോര പൊടുന്നതായിട്ട് കാതറിൻ കണ്ടു. അപ്പൊ കാതറിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് എന്തായാലും മൂവിയൊക്കെ എൻജോയ് ചെയ്ത് കൃത്യം ക്ലയന്റിനെ കാണാൻ ഒരു സമയത്ത് കാതറിൻ തിരിച്ചെത്തി. ക്ലയന്റിനെ കണ്ട് കാതറിൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാതറിൻ SJ സ്കോട്ട് ആൻഡ് ബാരി ഡാവൻപോർട്ട് എന്ന് പറഞ്ഞ വ്യക്തികളുടെ ഒരു ലേഖനം വായിക്കാൻ ഇടയായത്. SJ സ്കോട്ട് ആൻഡ് ബാരി ഡാവൻപോർട്ട് ഇവരുടെ ഒരു ലേഖനം വായിച്ചപ്പോൾ കാതറിൻ അതിൽ ശ്രദ്ധിച്ചിട്ട് അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ച് അവർ വിവരിക്കുന്ന കേട്ടപ്പോൾ കാതറിൻ തീർച്ചയായിട്ടും കാതറിൻ ഓർത്തു, തിരിച്ചുള്ള യാത്രയിൽ കാതറിൻ ഓർത്തു ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. പക്ഷെ എവിടെയോ വെച്ച് ഇതൊന്ന് നിർത്തി. അതായത് എഴുതാറുണ്ട്, ആ എഴുത്തെന്ന പ്രക്രിയ കാതറിൻ നിർത്തിയതായിട്ടാണ് ടീച്ചർ. കാതറിൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തെരഞ്ഞത് തന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഇരിക്കുന്ന ഷെൽഫാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരു 8-9 പുസ്തകം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ സ്ഥിരമായി എഴുതിയ പുസ്തകം കാതറിൻ കണ്ടെത്തി. പക്ഷെ ഒരു മാസമായിട്ട് ഈ എഴുത്തങ്ങ് നിർത്തിയത് സത്യമാണ് കാതറിൻ പോലും മറന്നുപോയി. കാരണം ജീവിതം അങ്ങ് സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. ആ സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം കാതറിൻ പോലും മറന്നുപോകും. അപ്പൊ ഇവിടെ SJ സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറയുന്ന കാര്യം കാതറിൻ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം കഴിയുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തുറന്നു വെച്ച് അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണമിട്ട് എഴുതും. പക്ഷെ എപ്പോഴും നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ ഒരു മാനസികമായ തയ്യാറെടുപ്പ് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് അത് മുടങ്ങിപ്പോകുന്നു. ഈ മുടങ്ങിപ്പോകാനുള്ള കാരണം അത് 4 സ്റ്റെപ്പുകളിലായിട്ട് SJ സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറഞ്ഞ കാര്യം നമുക്ക് കാതറിൻ നമ്മുടെ മുന്നിലേക്ക്
ഓർമ്മപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതിന് മടുപ്പ് തോന്നുന്നത് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ അതിന്റെ ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടല്ല ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് എങ്ങനെയാണ്? ഒരു 10-15 നമ്മൾ ബ്ലസ്സിംഗ് അങ്ങ് എഴുതി തീർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരുപാട് ജേർണലുകളൊന്നും എഴുതേണ്ട കാര്യമില്ല, ഒരുപാട് അക്കമിട്ട് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതൂ എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ അന്നത്തെ ദിവസം അത് മാത്രം മതിയാകും എന്നാണ് എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും ഓർമ്മപ്പെടുത്തുമെന്ന് കാതറിൻ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് എഴുതുക. അപ്പൊ അന്ന് കാതറിൻ ഒന്ന് ഓർത്തത് ഇതാണ്: അന്ന് തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ കാലിടറി ഒന്ന് വീണു. അപ്പൊ കാതറിൻ അതിനെ കുറിച്ച് എഴുതും. ഒന്നാമത്തെ സ്റ്റെപ്പ്: താങ്ക് യു ഫോർ പ്രൊട്ടക്ടിങ് മീ. അന്ന് പറഞ്ഞ വീഴ്ചയിൽ എനിക്കൊന്നും പറ്റിയില്ല. ഐ എം സേഫ്. ഐ വാസ് സേഫ് ആഫ്റ്റർ. അതായത് ഞാൻ ഈ വീണ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അവിടെ എഴുതാൻ ഡാഡി ഫോർട്ടും എസ്.ജെ. സ്കോട്ടും ഓർമ്മപ്പെടുത്തുന്നു എന്നുകൂടി പറയുന്നു. അന്ന് വീണ് കഴിഞ്ഞ സമയത്ത് ചെറിയൊരു വേദന തോന്നിയെങ്കിലും ഞാനിപ്പോ വളരെ റിലാക്സ് ആയിട്ടിരിക്കുന്നു. എന്റെ ശരീരം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് എന്നെ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണം അന്നത്തെ കിട്ടിയ എനിക്ക്, അല്ലെങ്കിൽ ആ നിമിഷം കിട്ടിയ പ്രൊട്ടക്ഷൻ ആണ്. കാതറിൻ ഡീറ്റെയിൽ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് എഴുതുകയാണ്. മൂന്നാമതായിട്ട് എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആ കിട്ടിയ നിമിഷത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ് മറ്റുള്ളവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആ സമയത്ത് അത് ലഭിച്ചില്ലെങ്കിൽ, ആ ബ്ലെസ്സിങ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുമായിരുന്നു എന്ന് എഴുതാൻ ഇവർ ഓർമ്മിപ്പിക്കുമെന്ന് കാതറിൻ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ പ്രാധാന്യം കാതറിൻ മനസ്സിലാക്കുന്നത്. കാതറിൻ ഓർക്കുകയാണ്: 10 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനാണ് ഞാൻ ആ നാട്ടിലെത്തിയത്. ഒരു പക്ഷേ അന്ന് ആ ഓട്ടത്തിനിടയിൽ ഞാൻ കാലിടറി വീണ് എനിക്ക് കാലിനോ കയ്യിനോ ഒരു എല്ല് പോലും പൊട്ടിയിരുന്നെങ്കിൽ അന്നത്തെ മീറ്റിംഗ് നടക്കുമായിരുന്നില്ല. അത് മാത്രവുമല്ല, 10 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഞാൻ തനിച്ചാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ എനിക്ക് വേറെ സഹായങ്ങളോ പരിചയക്കാരോ ഒന്നും ആ നാട്ടിലില്ല. ഈ ക്ലയന്റ് പോലും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അന്ന് ഒരു പക്ഷെ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നാട്ടിലെത്തുമായിരുന്നു. കാരണം ആകെ കൂടെയുള്ള മകൻ എന്ന് പറയുന്നത് വിദേശത്ത് പഠനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോ കൂടെ ഇപ്പോ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു പക്ഷെ ഇത് പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇന്ന് ഇവിടെ സുഖമായിട്ട് തിരിച്ചെത്തുമായിരുന്നു എന്നുള്ള കാര്യമാണ് കാതറിൻ റിയലൈസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശക്തി. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത്: ഒരു പക്ഷെ അന്ന് എനിക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ലെങ്കിൽ ഞാനൊന്ന് ഹോസ്പിറ്റലായി പോയേനെ. ഹോസ്പിറ്റലായിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരം പറഞ്ഞ് തന്റെ ആ ഒരു കുഞ്ഞ് ഇൻസിഡന്റ് എടുത്ത് 4 വിവിധ സ്റ്റെപ്പുകളിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ മാത്രമേ എന്താണ് കിട്ടിയ ബ്ലെസ്സിങ്ങിന്റെ മൂല്യം തിരിച്ചറിയുകയുള്ളൂ എന്ന് എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും ഓർമ്മപ്പെടുത്തുന്നു എന്ന് കൂടി കാതറിൻ പറയുന്നു. ഒരു പക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ എസ്.ജെ. സ്കോട്ടോ ബാരി ഡാവൻപോർട്ടിനെ കുറിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്തരം അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. കാതറിൻ പറയുന്നത് ഇത്ര മാത്രം: നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. അതൊരു പക്ഷെ അക്കമിട്ട് ഇന്നത്തെ ദിവസത്തിന് നന്ദി, ആരോഗ്യവാനായി ഇരിക്കുന്നതിന് നന്ദി. പക്ഷെ ഈ ആരോഗ്യവാൻ പക്ഷെ കുറെ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു മടുപ്പിലേക്ക് മാറുന്നത് വെച്ചാൽ, ഓരോ ബ്ലെസ്സിങ്ങിന്റെ ഡീറ്റെയിൽസും അക്കമിട്ട് എനിക്കിത് ലഭിച്ചതിന് നന്ദി എന്ന് പറയുന്നതിനോടൊപ്പം ഇത് ലഭിച്ചില്ല എന്നെങ്കിൽ ഞാൻ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുമെന്നും, ഒരു പക്ഷെ അതിനെ തുടർന്നുണ്ടാവുന്ന മാനസികമായും ശാരീരികമായും പീഡനങ്ങളെ കുറിച്ച് ഓർത്ത് അതിൽ നിന്നും എത്രത്തോളം സുരക്ഷിതത്തോട് കൂടിയിട്ടാണ് പ്രപഞ്ചം ആ നിമിഷം എന്നെ മുന്നോട്ട് നയിച്ചതെന്ന് കാതറിൻ പോലും തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ എസ്.ജെ. സ്കോട്ടിന്റെയും ഈ ബാരി ഡാവൻപോർട്ടിന്റെ ഒരു ലേഖനത്തിലൂടെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മൾ കടന്നു പോകേണ്ട ഒരു ചടങ്ങല്ല, അല്ലെങ്കിൽ തീർക്കേണ്ട ഒരു ചടങ്ങല്ല എന്ന് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ജീവിതത്തിൽ അന്ന് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഹാപ്പി ആയിട്ടും സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഒരു കാരണം എന്തായാലും നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നും, അതൊരു പക്ഷെ കിട്ടിയില്ലായിരുന്നെങ്കിൽ
ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ പ്രാമുഖ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ ഇന്ന് നമുക്കൊരു വീടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നൽകിയ ഈ ഒരു പാർപ്പിടത്തിന് നന്ദി എന്നായിരിക്കും നമ്മൾ ഒരു പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. പക്ഷെ അപ്പോൾ ചിന്തിക്കേണ്ടത് ഇത്തരം ഒരു വീടില്ലാതെ പൊതു ഇടങ്ങളിൽ മഴയും വെയിലും കൊണ്ട് മുന്നോട്ട് ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടിയ ബ്ലെസ്സിങ്ങിന്റെ മൂല്യം കൂടുതൽ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയും. അപ്പോ ഞാനിവിടെ സുരക്ഷിതനായിരിക്കുന്നു എന്നും മറ്റുള്ളവർക്ക് കൂടി ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടി അത് ലഭ്യമാകട്ടെ എന്നൊരു പ്രാർത്ഥനയിലൂടെയും കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പൂർണ്ണമാവുകയുള്ളൂ. എനിക്കിത് ലഭിച്ചു, ഞാൻ ഇന്ന് സേഫ് ആണ്, ഞാൻ ഈ ലോകത്ത് കൂടുതൽ സേഫായി ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്ന് നന്ദി പറയുന്നതിനോടൊപ്പം ഇതൊരു പക്ഷെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ലഭ്യമാകട്ടെ, അവർക്ക് കൂടി ഈ ലോകത്ത് സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ. അവരാഗ്രഹിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ എന്റെ വീട് എന്ന സ്വപ്നം എനിക്ക് പൂർത്തിയായപ്പോൾ ഇത് പൂർത്തിയാകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കൂടി വേണ്ടി ഒരു പ്രാർത്ഥന സമ്മാനിക്കുക. ഇത്തരത്തിലൊരു പ്രാർത്ഥനയും നന്ദി പറച്ചിലും കൂടി ആകുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കടന്നു പോകാനും നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങിന്റെ മൂല്യം തിരിച്ചറിയാനും കഴിയും എന്ന് കാതറിൻ വ്യക്തമാക്കി നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്. ഇത് പറയുന്നതിനോടൊപ്പം തന്നെ കാതറിൻ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് ഒരു പക്ഷെ ഞാനൊന്ന് ഈ ഒരു നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ടോപ്പിക്കിന്റെ ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തു, 10 times മോർ നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ഈ ലൈഫിൽ ഒരു 10 വർഷം കൂടി ഒരു പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതി നമ്മുടെ ജീവിതം ഒരു സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒരു 10 വർഷം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. നിങ്ങൾക്കൊരു 10 വർഷം കൂടി എക്സ്ട്രാ വേണമെങ്കിൽ എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്ന ഒരു വഴി കൂടിയുണ്ട്. ഇവിടെയാണ് ഏർലി മോർണിംഗിന്റെ പ്രത്യേകതയായിട്ട് അവർ എടുത്തു കാണുന്നത്. നിങ്ങൾക്കൊരു 10 വർഷം കൂടി എക്സ്ട്രാ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ ഏർലി മോർണിംഗിൽ നിങ്ങൾ എഴുന്നേറ്റ് തുടങ്ങുക. എഴുന്നേറ്റ് തുടങ്ങുക എന്ന് പറയുമ്പോൾ 5 മണി അല്ലെങ്കിൽ 5 മണിക്കോ അതിന് മുമ്പ് നിങ്ങൾക്ക് എപ്പോഴാണ് എഴുന്നേൽക്കാൻ സാധിക്കുന്നത് ഏർലി മോർണിംഗിൽ നിങ്ങൾ എഴുന്നേറ്റ് തുടങ്ങി ഒരു 10-40 വർഷം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 40 വർഷം എന്നുള്ളത് പോട്ടെ, കാരണം നമ്മുടെ മുന്നിൽ ഈ പലരുടെ മുന്നിൽ 40 വർഷം ഉണ്ടോ എന്നതുപോലെ നമ്മൾ ചിലപ്പോൾ സംശയിക്കാൻ ഒരു കാരണം ഉണ്ടാവും. 10 വർഷമോ 20 വർഷമോ എന്നുള്ളതല്ല. ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് അതാണ്. കാരണം ഓരോ ദിവസവും അത്രയും പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇന്നത്തെ ദിവസത്തിന് നന്ദി. ഇത് കൂടാതെ ഈ നന്ദി പറച്ചിലിനോടൊപ്പം ഒരു പക്ഷെ ആദ്യം നമ്മൾ ഇമാജിക്കിൽ വന്നപ്പോൾ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ മെഡിറ്റേഷൻ ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ശിരസ് മുതൽ കാൽപാദം വരെ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ആ മെഡിറ്റേഷൻ. ഈ ശിരസ് മുതൽ കാൽപാദത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം നമ്മോട് സംസാരിക്കുന്ന അവസരത്തിലൂടെ നമ്മൾ കടന്നു പോകും. എന്റെ കൈകളിൽ ഇപ്പോ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നു, അതായത് ആ കൈയുടെ ആ ഭാഗം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ശരീരത്തിനോട് ചോദിക്കുക, ഞാൻ ഇതിനു വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് ഒരു തലവേദന ഹെഡേക്ക് അല്ലെങ്കിൽ തലവേദനയാണ് വരുന്നതെങ്കിൽ എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കുക, ഈ ഹെഡേക്ക് അല്ലെങ്കിൽ തലവേദന മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് എനിക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. കാരണം നമ്മുടെ ശരീരം നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ സ്നേഹിക്കാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ജീവിതത്തിൽ ഓരോ അവസരത്തെയും കടന്നു പോകാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 5-10 വർഷം നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് യൂണിവേഴ്സിൽ നിന്ന് നൽകപ്പെടും. കാരണം അവിടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് യൂണിവേഴ്സ് തിരിച്ചറിയുമ്പോൾ ഒരു ബോണസ് എന്തായാലും കിട്ടുമെന്ന് തീർച്ചയായിട്ടും എസ്.ജെ. സ്കോട്ടും ബാരി ഡാവൻപോർട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇത്ര മാത്രം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയാലും ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ബോണസ് എന്താണെന്ന് വെച്ചാൽ ഈ ശരീരവും മനസ്സും ആത്മാവും കൂടുതൽ ധൈര്യത്തോടു കൂടി ശാന്തമായ മനസ്സോടുകൂടി മുന്നോട്ട് നയിക്കാൻ നമ്മെ
സഹായിക്കും. അപ്പോ തീർച്ചയാണ് ഇപ്പൊ ജീവിതത്തിൽ 30 വർഷമേ നമ്മുടെ ജീവിതത്തിൽ മുന്നിലുള്ളൂ എങ്കിൽ ആ 30 വർഷം ഒരു 10 വർഷം കൂടി കൂട്ടിക്കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ യൂണിവേഴ്സ് കൊണ്ടുപോകും. എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സമാധാനത്തോടു കൂടി കടന്നു പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒന്നും എഴുതേണ്ടതില്ല. എഴുതുന്നത് ഒന്നാണെങ്കിൽ പോലും അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എഴുതി ആ ബ്ലെസ്സിങ്ങിന് പിന്നിലുള്ള ഓരോ ശക്തിയും എനിക്കിത് ലഭിച്ചതിന് നന്ദി, പക്ഷെ ഇത് ലഭിക്കാത്തവർക്ക് കൂടി ലഭിക്കട്ടെ എന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിനോടൊപ്പം അതിന്റെ ഡീറ്റെയിൽ വെച്ച് പ്രാർത്ഥിക്കുക. എനിക്കിത് കിട്ടി, ഇത് കിട്ടാതെ ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തമായ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു 5 വർഷം കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, 10 വർഷം കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തിന് പ്രപഞ്ചം വഴിയൊരുക്കും. കാരണം അതിലൂടെ ഈ ലോകത്തിന് നമുക്ക് സമ്മാനിക്കാൻ ഏറെയുണ്ടെന്ന് പ്രപഞ്ചം തിരിച്ചറിയും എന്നാണ് SJ സ്കോട്ടും ബാരി ഡാവൻപോർട്ടും പറയുന്നത് എന്ന് കാതറിൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്താണ് കാതറിന്റെ വീഴ്ച കൊണ്ട് നമുക്ക് SJ സ്കോട്ടിനെ കുറിച്ചും ബാരി ഡാവൻപോർട്ടും കുറിച്ചും ഒരു ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവർ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് പോലും ബാരി കാതറിൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഗൂഗിളിൽ SJ സ്കോട്ടോ ബാരി ഡാവൻപോർട്ടോ ഒരുമിച്ച് വ്യക്തമാക്കി തരുന്ന ഈ ശാന്തമായ മനസ്സുമായി മുന്നോട്ട് നയിക്കേണ്ട 10 വർഷം കൂടി കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ച് വായിക്കുക. കാതറിൻ പറയുന്നു ആ 10 വർഷം ഏറ്റവും ഭംഗിയായി നമുക്കും സമൂഹത്തിനും വേണ്ടി ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുകൂടി ഒരു പ്രാർത്ഥന കാതറിൻ നമുക്ക് മുന്നായി ഒരുക്കിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ദിവസത്തിൽ 10 വർഷം കൂടി നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ 15 നിമിഷം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിമിഷത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. Okay, Pravina ma'am, thank you so much. So, team members, നിങ്ങളുടെ ടൈമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. മണി സർ. ഹലോ. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാലോ. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം തീർച്ചയായിട്ടും എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇത്തിരി കൂടി ഒന്ന് ആഴത്തിൽ പോകാൻ ഉള്ള അറിവ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എഴുതാറുണ്ട്, വീട് കിട്ടിയതിനും വീട് തന്നവർക്കും ഒക്കെ നന്ദി എഴുതാറുണ്ട്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. പക്ഷേ ഇല്ലാത്തവർക്ക് അത് കിട്ടണമെന്നുള്ളത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അത് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. പിന്നെ പറഞ്ഞ പോലെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് കൂടുതൽ ജീവിക്കണമെന്നൊക്കെ. അപ്പം ഗ്രാറ്റിറ്റ്യൂഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നു മാം പറഞ്ഞതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും എന്ന് എഴുതുന്ന വ്യക്തി ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ എങ്ങനെ എഴുതണം എന്നുള്ള അറിവ് തന്ന മാമിന് ഒത്തിരി നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീല മാം, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതെ, നമ്മൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് മാത്രം. അതിനോടൊപ്പം ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂടി ലഭ്യമാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മറ്റൊരു ഉയർന്ന തലത്തിലേക്ക് പോകും. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. അപ്പൊ അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഈ 10 വർഷം ഒരു ഡബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കത് ഫീലിംഗ് വരുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. താങ്ക് യു ഷീല മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷീല മാം. നന്നായിരുന്നു മാം, വളരെ വളരെ നന്നായിരുന്നു. കുറെ കൂടി അത് തന്നെ ഒന്നും കൂടി എല്ലാവരും ഇത് പറഞ്ഞ മാതിരി ഡീറ്റെയിൽഡ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതാറുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല മാം. ഇങ്ങനെ ഒരു കാര്യം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. ഇതൊരു പുതിയൊരു അറിവായിരുന്നു മാം. പിന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓരോ സെന്റൻസ് ഇങ്ങനെ എഴുതി പോകുന്ന രീതിയായിരുന്നു. എന്തായിരുന്നാലും ഒരു പുതിയ അറിവ്
നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് മാം. താങ്ക് യു മാം. താങ്ക് യു ഷൈനി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഷൈനി മാം. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വേറൊരു വേർഷൻ എന്ന് പറയാം. ശരിക്കും ഷീല മാം പറഞ്ഞ മാതിരി കുറച്ചും കൂടി ആഴത്തിൽ പോയ പോലെ. സാധാരണ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, അത് കുറച്ച് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയുമ്പോൾ ഞാൻ സ്റ്റിൽ അലൈവ് ആണ്, എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഇല്ലായിരുന്നെങ്കിൽ എന്താണ് എന്നുള്ളത് ആലോചിക്കാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അത് ആ ഒരു പോയിന്റും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം സുഖകരമായി പോയേനെ എന്നുള്ള ആ 2 പോയിന്റാണ് ഇന്ന് കൂടുതൽ എനിക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നത്. ബാക്കിയെല്ലാം നമ്മൾ എഴുതാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് മനസ്സറിഞ്ഞിട്ട് തന്നെ ദിവസവും എഴുതാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്നതൊക്കെ താങ്ക് യു പറയാറുണ്ട്. ക്ലാസ്സിലായാലും എന്തായാലും അത്രയും നല്ല ഇത് തരുന്നതിനൊക്കെ നന്ദി പറയുന്നുണ്ടെങ്കിലും ഫീൽ ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഈ പോയിന്റ് ആണ് ഇന്ന് എനിക്ക് കൂടുതൽ, അതായത് മറ്റുള്ളവർക്ക് അത് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതും കൂടെ ഒരു നോവൽ ആയിട്ടുള്ള ഒരു മനസ്സ് തുറന്നിട്ടുള്ള ഒരു സംഗതി ആയതിനെക്കൊണ്ട് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മണി സർ. ഓക്കെ, then ഫസ്ലി സർ. മാജിക് മോർണിംഗ്. നല്ലൊരു മാജിക് ക്ലാസ്, മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കിട്ടിയ സൗഭാഗ്യം മറ്റുള്ളവർക്കും കിട്ടണം. അതേമാതിരി നേരെ മറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് കിട്ടാത്ത സൗഭാഗ്യം നമുക്ക് തരുന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയാം. കാരണം ഞാൻ ഇന്നലെ എൻ്റെ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കപ്പിൾസിനെ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റഡ് ആണ് ആൾക്കാരുള്ളത്, കുറച്ച് ആൾക്കാർ. അത് ഇയാൾക്ക് 44 വയസ്സ്, കൊടുത്ത ഭാര്യക്ക് 38 വയസ്സ്. അപ്പൊ അവര് ഇനി അങ്ങോട്ട് ലൈഫ് തുടങ്ങാൻ പോണേ ഉള്ളൂ. ശരിക്കും 44, 38. ഞാനിപ്പോ 70 ആയതുകൊണ്ട് എനിക്ക് തോന്നുകയാണ്. അപ്പൊ അപ്പൊ അത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു സർജറിക്ക് പോവാ, ഒരാളെ അവയവം മറ്റാൾക്ക് കൊടുക്കുക. എന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പം അവർക്ക് അത് വലിയൊരു കൺസേൺ അല്ല, കൊടുത്തതും വാങ്ങിയതും. അവർക്ക് അവരുടെ വീട്ടിലുള്ള 2 പെങ്ങന്മാരുണ്ട് സംസാരിക്കാത്ത. അവർക്ക് എന്താ, ഒരു തൃശ്ശൂർക്കാരാ, അപ്പൊ നമ്മൾ കോഴിക്കോടല്ലേ താമസിക്കുന്നത്. അപ്പൊ ഈ 3 മാസം അവർക്ക് എന്താവും, കുട്ടികൾക്ക് എന്താവും, ആ കൺസേൺ ആണ്. ഇത്രയും വലിയ കാര്യം ചെയ്ത ഭാര്യക്ക് എന്തോ നിസ്സാര പരിപാടി ചെയ്ത മാതിരിയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയൊരു കാര്യമല്ലേ, നിങ്ങളെ ജീവിതത്തിൽ ഒരു അവയവം എടുത്തിട്ട് ഭർത്താവിന് കൊടുത്തിട്ട്, അതിനെക്കാട്ടി വലിയ കൺസേൺ ഇപ്പൊ അവർക്ക് വീട്ടിലെ കാര്യങ്ങളാണ്. അപ്പൊ അത് വന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ദൈവം നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, ഇത്രയും കാലം ജീവിക്കാന്. അപ്പൊ അത് മാം പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് അവർക്ക് ഇല്ലാത്ത ഇതിനെ പറ്റി നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിനും. ഇനി നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫസ്ലി സർ. താങ്ക് യു. ഓക്കെ, നൗഫൽ സർ. മാജിക് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? അതെ. പിന്നെ മാമിന്റെ ക്ലാസ് എപ്പോഴും ഒരു പുതുമയാണ്. കാരണം എന്താ വെച്ചാല് എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പം പിന്നെ പറയാ, പക്ഷെ അത് കൂടുതൽ ആഴത്തിലായിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനാട്ടിലും അപ്പുറത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ടല്ലോ എന്ന് മനസ്സിലാവും. കാരണം ഗ്രാജുവേഷനിലൊക്കെ ഈ ബിമാജിക്കില് വന്ന സമയം മുതൽ എഴുതി തുടങ്ങുന്നതാണ്. പക്ഷെ മാം പറഞ്ഞ പോലെ ആ ഒരു ഫീലിങ്ങോട് കൂടി ഇതുവരെ എഴുതിയിട്ടില്ല. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ സാധിച്ചതിൽ പ്രപഞ്ചനാഥൻ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി അങ്ങനെ പോകും, നോട്ട് ചെയ്തും പോലെ. പക്ഷെ അത് വ്യത്യസ്ത തലത്തിലേക്ക് എത്താൻ പറ്റി മാം പറഞ്ഞതുപോലെ. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ താങ്ക് സർ. യു സർ. Magic morning, everybody. ഗുഡ് മോർണിംഗ്. Good morning, madam. മണിസാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ആറ്റിറ്റ്യൂഡ് എല്ലാവരും എഴുതാറുണ്ട്. പക്ഷെ അതിന്റെ വേറൊരു പറഞ്ഞ ഹൈലൈറ്റ് ഇന്നത്തെ വേറൊരു തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ഈ മാജിക് കമ്മ്യൂണിറ്റി ചേർന്നതിന് ശേഷം
ഞാൻ ആദ്യം തുടങ്ങി ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ യൂണിവേഴ്സ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു മൈ പാരൻസ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ്, അങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല, ഓരോരുത്തരായിട്ട് ഞാൻ ഓർക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പേജിലൊന്നും അവസാനിക്കുന്നില്ല ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട്. കാരണം എവറി ഡേ ഐ വാസ് തിങ്കിങ് അബൌട്ട് അയാൾ എന്നെ സഹായിച്ചിട്ടുള്ള ആളല്ലോ, അവരെന്നെ സഹായിച്ചിട്ടുള്ള ആളല്ലോ, ഇങ്ങനെ അവരെ പറ്റി ഓർക്കുകയായിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്തുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് വിഷമം തോന്നാറുണ്ട്. എൻ്റെ അമ്മച്ചി അസുഖമായിട്ട് കിടന്നപ്പോൾ അമ്മച്ചീനെ നോക്കാനായിട്ട് ഒരു അവിടുത്തെ ജംഷഡ്പൂരായിരുന്ന സമയത്ത് അവിടെ ഒരു തെലുങ്ക് സ്ത്രീ വന്ന് അമ്മച്ചീനെ നോക്കുമായിരുന്നു. അപ്പൊ പെയ്ഡാണ്, പക്ഷെ എന്നാലും അവരുടെ ഞാൻ മറന്നുപോയി അവരുടെ കാര്യം തന്നെ, അവരെ ഓർത്തില്ല. എനിക്ക് വലിയ വിഷമമായി പോയി. ഞാൻ വൈഫിനോട് പറഞ്ഞു, അയ്യോ ആ നരസമ്മയുടെ കാര്യം നമ്മൾ ഓർത്തു പോലില്ല, അവർ അമ്മച്ചീനെ എത്ര നല്ലപോലെ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓർക്കുമ്പോണ്ടല്ലോ നമുക്ക് സന്തോഷം തോന്നും, ഇത്രയും പേര് നമ്മളെ സഹായിക്കണ്ടായിരുന്നല്ലോ. സത്യമാണ് പറയണേ, നമ്മളെ സഹായിച്ച ആൾക്കാരുടെ പേര് നമ്മൾ നോക്കുമ്പോൾ 1-2 പേജിലൊന്നും നിൽക്കില്ല, അത്രയും ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. ആ ഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ശരിയാണ് മാഡം പറഞ്ഞത്. അതെല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണില്ലല്ലോ. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളൊരു അവസരം കൂടെ നമുക്ക് ദൈവം തന്നു. അതേസമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിവേ നല്ലൊരു ഒരു ഉൾക്കാഴ്ച തന്നതിന് വളരെ വളരെ നന്ദി മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിൻസെന്റ് സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടോ? മാജിക് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് ദിവ്യ. മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, ഇന്നത്തെ പോലെ തന്നെ മാം എടുത്തു തരുന്ന ഓരോ ക്ലാസ്സുകളും നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാക്കേണ്ടുന്നതാണ്. ഇപ്പോ മാം അന്ന് പറഞ്ഞ മിറർ വർക്കൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽ. ഇപ്പോഴും അത് റുട്ടീന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നുണ്ട്, നമ്മളുടെ ചലഞ്ചിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ഇതും. എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും എഴുതുന്നുണ്ട്, എഴുതിയിട്ട് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്, വീണ്ടും അത് വായിച്ചു നോക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു പുതിയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇറ്റേണൽ ലവ് ആണ്, ഒരു എന്താ പറയാ, ഒരു സ്നേഹമാണ്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയാണ് നേച്ചറിനോട്, നമ്മളുടെ ചെയ്ത പ്രവൃത്തികളോട്. ദൈവം നമുക്ക് തന്ന ആ ഒരു കഴിവ് നമ്മളിലേക്ക് അത് കൊണ്ടുതരുന്നതിന് നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ല ഒരു ആഴത്തിലേക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഇപ്പൊ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഇപ്പൊ കൃഷ്ണകുമാർ സാർ, നൗബിൾ സാർ ആണെങ്കിലും ബഷീർ സാർ ആണെങ്കിലും മണി സാർ, ശീലം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എല്ലാവരും പറഞ്ഞത്, വിൻസെന്റ് സാർ ആണെങ്കിൽ പോലും എല്ലാവരും പറഞ്ഞത്, ദിവ്യ അടക്കം എല്ലാവരും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞങ്ങൾ എല്ലാവരും എഴുതാറുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ എത്രത്തോളം ഞാൻ ഫീൽ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇത് ഇപ്പൊ വിൻസെന്റ് സാർ പറഞ്ഞ, ഞാൻ എഴുതുമ്പോഴാണ് കൂടുതൽ തിരിച്ചറിയുന്നത്. പക്ഷെ ഇത് എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യാതെ പോവാതെ വെറുതെ എഴുതി തീർക്കുന്ന ഒരു ചടങ്ങ് പോലെ ആകുമ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രം. അത് ലഭിച്ചിട്ടില്ല. ആ അനുഗ്രഹം ഇന്ന് എനിക്ക് കാതറിൻ പറഞ്ഞതുപോലെ, ഞാൻ ആ വീഴ്ചയിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അറിയപ്പെടാതെ, അല്ലെങ്കിൽ ദൂരെ 10 മണിക്കൂർ യാത്ര ചെയ്ത ഒരു അന്യനാട്ടിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു സഹായത്തിന് പോലും എനിക്ക് പരിചയക്കാര് പോലും ആ നാട്ടിലില്ല. അപ്പോഴാണ് ആ പ്രൊട്ടക്ഷന്റെ ആ ബ്ലെസ്സിങ് അവർ കൂടുതൽ തിരിച്ചറിഞ്ഞത്. ഇനി ഇതുപോലെ അന്യനാട്ടിൽ പറ്റിയപ്പോൾ നമുക്കറിയാം, ഇന്നലെ ഒരു വലിയൊരു അപകടം ഹൈദരാബാദിലുണ്ടായി, ഒരു വിമാനാപകടം. അതിൽ ഒരുപാട് 241 പേര് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതുപോലെ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സുരക്ഷിതയായി എന്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇത് കിട്ടാത്ത വ്യക്തികൾ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അവർക്കും കൂടി അവർ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വം ലഭിക്കട്ടെ എന്ന് കൂടി ഒരു ലോകത്തിലേക്കും കൂടി ഒരു പ്രാർത്ഥന നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അന്ന് കിട്ടിയ ബ്ലെസ്സിങ്ങിൽ ഒന്നേ നമ്മൾ പറഞ്ഞു എങ്കിലും അത് നമുക്ക് ജീവിതത്തിൽ ഒരു 10 വർഷം കൂടി കൂടുതൽ കിട്ടാനുള്ള കാരണം. എന്തിനാണ് 10 വർഷം ചോദിച്ചാൽ, യൂണിവേഴ്സിന് നമ്മുടെ പ്രസൻസ് ഈ ലോകത്ത് ആവശ്യമുണ്ട്. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി മാറാൻ നമുക്ക് കഴിയുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് അത് 10 വർഷം നമുക്ക് കൂടുതലായി കിട്ടുന്നത്. എന്തായാലും എല്ലാവരും പറഞ്ഞതിൽ ആകത്തുക ഇത്ര മാത്രം. എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങിന് നന്ദി. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഏതവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന തിരിച്ചറിവിന് നന്ദി. ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും
ലഭിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പൂർണ്ണമാകും. നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ ശക്തിയോടുകൂടി എഴുതാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. താങ്ക് ഒരു യു സോ കാര്യം മച്ച്. കൂടെ, ഓക്കെ പറഞ്ഞോളൂ. അത് നമ്മള് ഈ ശരീരഭാഗങ്ങളിൽ ഒരു സംസാരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഒന്നും കൂടി ക്ലിയർ ആക്കണം. തലവേദന വരുമ്പോ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ മെഡിറ്റേഷന്റെ സമയത്ത് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടല്ലോ, അപ്പൊ അതൊന്നും കൂടി ക്ലിയർ ആക്കിയ തിരക്കല്ല. തീർച്ചയായിട്ടും കാതറിന്റെ ഈ ഒരു ബാരി ഫോർഡിന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലായിരിക്കും ഇവർ എഴുതിയിട്ടുണ്ടാവുക. അതിൽ നിന്നും കാതറിൻ മനസ്സിലാക്കിയ ഒരു കൊച്ചു ലേഖനത്തിലൂടെ അവർക്ക് പറയുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഏർലി മോർണിംഗിൽ ഒരു പക്ഷെ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പറയും. നമ്മുടെ ബോഡി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കണ്ണുകൾ അടച്ചിരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മ്യൂസിക് വേണമെങ്കിൽ ഇടാം. ഇത് വായിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടോ, ശരിക്കും പറഞ്ഞ ഒരു വണ്ടറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മ്യൂസിക് ഇട്ട് നമ്മുടെ ശിരസിലേക്ക് ശ്രദ്ധിക്കുക. ആ ശിരസിലേക്ക് ശ്രദ്ധിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ ശിരസിൽ ഞാനിപ്പോ വളരെ കാമടിച്ച് ചിലപ്പോൾ തലവേദന ഉണ്ടാവും. അപ്പൊ നമുക്ക് തലവേദന ഉണ്ടാകുമ്പോൾ ശിരസിൽ നമുക്ക് ആ ഏകദേശം മനസ്സിലാവും. ഈ കൂളായിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ശാന്തമായിട്ട് എന്റെ ശിരസിലൂടെ ഞാൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അവിടെ നിന്ന് നെറ്റിത്തടങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, കവിൾത്തടങ്ങളിലൂടെ, ചുണ്ടിലൂടെ, താടികളിലൂടെ, ഇങ്ങനെ ശിരസ് മുഴുവനും നമ്മളൊന്ന് നോക്കി അവിടെ ഞാൻ വളരെ കൂളായിട്ട് ഇരിക്കുന്നെങ്കിൽ അവിടെ നന്ദി പറയുക. അതല്ലെങ്കിൽ എനിക്കൊരു തലവേദന ഉണ്ടെങ്കിൽ ബോഡിയോട് ചോദിക്കേണ്ടത് ഇത്ര മാത്രം. ഈ ഒരു തലവേദന അല്ലെങ്കിൽ ഞാനിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിലൂടെ കുറച്ചുകൂടി നല്ലൊരു അവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബോഡിയോട് ചോദിക്കുക. ഉത്തരം നമ്മളിലേക്ക് വരും. ഉത്തരത്തിനായി കാത്തിരിക്കേണ്ട, പക്ഷെ ഉത്തരം നമ്മളിലേക്ക് വരും. വീണ്ടും താഴേക്ക് കഴുത്തിലൂടെ, പിന്നെ ഷോൾഡറിലൂടെ, കൈകളിലൂടെ, ശരീരത്തിലൂടെ, നെഞ്ചിലൂടെ, വയറിലൂടെ എന്ന് പറഞ്ഞ ഓരോ അവയവത്തിലൂടെയും നമ്മൾ കണ്ണടച്ചിരുന്ന് സഞ്ചരിക്കുക. അങ്ങനെ കാൽപാദം വരെ നമ്മൾ ഓരോ അവയവത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ കൊടുത്ത് ആ ഒരു ഭാഗത്തോട് സ്നേഹപൂർവ്വം സംസാരിക്കുക. ഇതിനു വേണ്ടി ഇതിലൂടെ ബെറ്റർ ആയിട്ടുള്ള സുരക്ഷിതത്തോടു കൂടി കടന്നു പോകുന്നതിന് വേണ്ടി, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് മുക്തി കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്കൊപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇത് തിരിച്ചറിയാൻ സാധിച്ചതിന് നന്ദി. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരത്തിനായി കാത്തു നിൽക്കാതെ ശിരസ് മുതൽ കാൽപാദം പോലെ കടന്നു പോവുക. അത് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് അനുഭവപ്പെടും. നമുക്ക് വേണ്ട ഉത്തരം അന്നത്തെ ദിവസം നമുക്ക് ലഭ്യമാകും. ഇത് എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ചെയ്യുമ്പോൾ ശരീരം ശാന്തമാക്കി കൊണ്ടുപോകാനും അതിനുള്ള ഉത്തരം കണ്ടെത്താനും കൂടി കഴിയും. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശാന്തമാകുമ്പോൾ നമുക്ക് വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു പക്ഷെ 2 ദിവസമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. കാരണം ഈ 2 ദിവസം എന്ന് പറയാനുള്ള കാരണം ഈ ടോപ്പിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നുവെങ്കിലും അതിലേക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ആവാൻ 2 ദിവസം ഞാൻ എടുത്തു. ആ പ്രിപ്പയർ ആവുന്ന സമയത്താണ് ഇത് 2 ദിവസം ഞാനത് ചെയ്തു നോക്കിയത്. ഈ 2 ദിവസം ഇന്നലെയും ഇന്നും ഞാൻ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റു. ഇത് ഇരുന്നു ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം 6 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്ന് ഈ ഒരു പക്ഷേ 6 മുതൽ 6:30 വരെയുള്ള സമയം ഏറ്റവും കൂടുതൽ എൻറിച്ച് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നൊരു പക്ഷേ. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടി. അത് ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ്ങോട് കൂടി ചെയ്യാൻ നമുക്കുള്ള വിവേകം ലഭ്യമായി. ഒപ്പം ശരീരത്തിനെ തിരിച്ചറിയാൻ, അവിടെ എവിടെയാണ് നമുക്ക് സൗഖ്യം വേണ്ടത് തിരിച്ചറിഞ്ഞ് ശരീരത്തിനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾക്കായി നമ്മുടെ മുന്നിൽ വഴി തുറന്ന് വരാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ അരമണിക്കൂർ കൊണ്ട് കിട്ടി. അപ്പൊ നോക്കൂ, 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ 30 മിനിറ്റ് നമുക്ക് നിറവോട് കൂടിയിട്ടാണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഒന്നും ലേറ്റ് ആയിട്ടില്ല. എല്ലാം സമയത്തിന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മളത് ആഗ്രഹിക്കണം എന്ന് മാത്രം. താങ്ക് യു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അവസരം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. താങ്ക് യു പ്രവീണമ്മ സോ ഒരു മച്ച് മാം. സംശയം ചോദിച്ചു. താങ്ക് യു. പ്രവീണമ്മ ഒരു സംശയം ആ ചോദിച്ചു. ശൈല. ഓ അപ്പൊ നമ്മള് ഈ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയാൽ മതിയോ? എങ്ങനെയാ അത് എഴുതേണ്ടതെന്നൊരു ക്ലാരിറ്റി പോരാ.
ഇല്ലാത്തവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് വേർഡ് അവിടെ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും പറയുന്നു ഇത് ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടിയ ഈ ഒരു സൗഖ്യം. അപ്പൊ ഞാൻ ഇന്നലെ ശീലം ജോലി കഴിഞ്ഞ് തിരിച്ച് സുരക്ഷിതയായ വീട്ടിലെത്തി. പക്ഷെ ഇന്നലെ ഒരു യാത്രയ്ക്ക് പോയ ഒരു വിമാനത്തിലാണ് 241 പേർ ഈ ലോകത്ത് ഒരു മൺമറഞ്ഞു പോയത്. അപ്പൊ അത് യാത്രയിൽ സുരക്ഷിതത്വം ലഭിച്ച് തിരിച്ച് ഫാമിലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടി ഈ ഒരു ബ്ലെസ്സിങ് ലഭിക്കട്ടെ. എനിക്ക് കിട്ടിയ ഈ ഒരു ബ്ലെസ്സിങ് ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂടി ലഭ്യമാകട്ടെ. അതാണ് ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അവർക്ക് കൂടി അവരാഗ്രഹിക്കുന്ന സൗഖ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് അത് താങ്ങാനുള്ള കരുത്തും ഊർജവും ലഭ്യമാകട്ടെ എന്ന് കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഗ്രാറ്റിറ്റ്യൂഡ് പൂർണ്ണം ഒരൊറ്റ ഇൻസിഡന്റ് എഴുതിയാൽ മതി, നമ്മൾ പൂർണ്ണമായിട്ടും ശാന്തമാവും. ഞാൻ ഉദ്ദേശിച്ചത് ലഭിക്കട്ടെ എന്ന് എഴുതിയാൽ മതിയോ? അതെ, ആദ്യം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടി ഇത് ലഭ്യമാകട്ടെ. എന്റെ പ്രാർത്ഥന അവർക്ക് കൂടി വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് കൂടി എഴുതുക. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, സമയം അധികരിച്ചിട്ടുണ്ട്. മുഫിദാമ, അതായത് ഞാൻ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ സംബന്ധിച്ചിട്ട് പറയാം. നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ കയ്യിൽ എപ്പോഴും വേണമെന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഒരു 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാണ്. അതായത് നമുക്കിപ്പോ മറ്റുള്ള ആളുകളോട് പക, വിദ്വേഷം, സുഹൃത്തുക്കളോടോ ഫാമിലിയിലൊക്കെ ആരോടെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ അല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ പെയ്ഡ് ചെയ്തത്, നമുക്ക് ചെയ്ത ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങൾ നമ്മൾ എന്താക്കുക, അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കുള്ള ദേഷ്യം, വിദ്വേഷം, പക താനെങ്ങനെ അലിഞ്ഞ് അവരോട് വിളിച്ച് അവർ ഇങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് അങ്ങോട്ട് വിളിച്ചൊരു സോറി പറഞ്ഞ് അത് നന്നാക്കാൻ നമുക്ക് പറ്റും. പിന്നെ മറ്റൊരു കാര്യം, അതേപോലെ നമ്മൾ ഓട്ടോ ഒക്കെ ഇപ്പൊ നേരത്തെ സൈഡ് പറഞ്ഞ പോലെ നമ്മൾ പെയ്ഡ് ചെയ്തിട്ടാണ് സർവൻസിനൊക്കെ നിർത്തുന്നത്. എന്നാലും അവരോട് നമ്മൾ താങ്ക് യു പറയാന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മളെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തി. ഒരു ബസ് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലെ ക്ലീനറോടോ അല്ലെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ നമ്മളൊരു താങ്ക് യു പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. അപ്പോൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ സുരക്ഷിതമായിട്ട് അവിടേക്ക് നിർത്തി. അതേപോലെ നമ്മളൊരു സീബ്ര ലൈൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത സമയത്ത്, എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായ അനുഭവം, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സീബ്ര ലൈൻ ക്ലോസ് ചെയ്ത സമയത്ത് ഒരു വാഹനം വന്ന് തട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സഡൻ ബ്രേക്ക് പിടിച്ചു. ആദ്യം ദേഷ്യം വന്നപ്പോൾ പക്ഷെ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു പറയാൻ പറ്റും. കാരണം ഇവിടുന്ന് ഈ കൾച്ചർ പഠിച്ചതുകൊണ്ട്. പൊതുവെ എല്ലാവരും എന്താ പെട്ടെന്ന് കണ്ണില്ലടാ മുത്ത് അല്ലെ എങ്ങനെയൊക്കെ പറയുന്നതിന് പകരം അദ്ദേഹത്തോട് ഒരു താങ്ക് യു പറഞ്ഞാൽ അദ്ദേഹത്തിനും സന്തോഷം. അദ്ദേഹം പെട്ടെന്ന് എപ്രാളത്തിൽ ആ ബ്രേക്ക് പിടിച്ചിട്ട് അദ്ദേഹം പേടിച്ചു പോയിട്ടുണ്ടാവും. നമ്മളെ ജീവൻ തിരിച്ചു നൽകിയതിന് നമ്മൾ അദ്ദേഹത്തോട് ഒരു താങ്ക് യു പറയാം. ഈ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, എനിവേ എന്താ പറയാന്ന് അറിയില്ല, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു ഇന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷെ അതിൽ എന്തൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ, എന്തൊക്കെ ഇനിയും ഡെവലപ്പ് ചെയ്ത് എഴുതാന്നുള്ള ഒരുപാട് മനസ്സിലായി. ഓക്കെ, സിന്ധു മാം ഒന്ന് പറയട്ടെ, ഓക്കെ സമയം ഒരുപാടായി. ഹായ് പ്രവീണ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ നൗഫൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ എന്നെ സഹായിച്ചവരെന്ന് പറയുമ്പോ എന്നെ സഹായിച്ച എല്ലാവരും ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ എഴുതാറുള്ളത്. ഒരു അനുഭവം ഇന്നലെ ഉണ്ടായത് പറയണ്. ഞങ്ങളെ കടയുടെ ഞങ്ങൾക്കൊരു റെന്റൽ ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ഒരു റെന്റൽ ഷോപ്പ് വേറെയും വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അവര് ഓപ്പണിങ് ചെയ്തിട്ടുണ്ട് കട. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിനെന്താ, അവരെ ജീവിതമാർഗമല്ലേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ 2 ദിവസം മുന്നേ ഇരുന്നു അവിടെ ഇനാഗ്രേഷൻ ഒക്കെ. അപ്പൊ ഇന്നലെ ഇങ്ങനെ പോകുമ്പോ മോള് പറഞ്ഞു, ആ ഷോപ്പിലേക്ക് തുടങ്ങിയിട്ടില്ലുള്ളൂ, അവിടെ വന്ന ആദ്യത്തെ സ്റ്റാഫിന് ഇന്നലെ എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കാലിന് എന്തോ പറ്റി എന്ന് പറഞ്ഞു. ഇനി അവര് വിചാരിക്കോ നമ്മൾ ഇനി എന്തേലും ചെയ്തിട്ടാണെന്നൊക്കെ വിചാരിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മളെ മൈൻഡിലുണ്ടല്ലോ അത് അവര് കട ഓപ്പൺ ചെയ്തത് അവരുടെ ജീവിതമാർഗമാണ്. നമുക്ക് ദൈവം നിശ്ചയിച്ചുള്ള കാര്യങ്ങളും വരുമാനവും നമ്മളെ കയ്യിലേക്ക് ദൈവം എത്തിച്ചേരും. അപ്പൊ നമ്മള് ഒന്നും ചിന്തിക്കണ്ട പറഞ്ഞ, നമ്മള് നല്ലത് മാത്രം ചിന്തിക്കുക, നമുക്കുള്ളത് നമുക്ക് കിട്ടുന്നു മാത്രം ചിന്തിച്ചാൽ മതി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്ത്. സത്യം പറഞ്ഞാൽ ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഫീൽ ചെയ്ത് എഴുതുമ്പോ നമുക്കൊരു ആത്മസംതൃപ്തിയാണ്. കാരണം നമ്മളെ സഹായിച്ചവരിപ്പോ ഇന്നലെ വൈകുന്നേരം തന്നെ ഈ കാര്യം കേട്ടപ്പോ എന്റെ മോളിനോട് ഞാൻ പറഞ്ഞു, വാർത്ത വെക്കേ വേണ്ട, കാരണം എനിക്ക് കേട്ട എനിക്ക് ഭയങ്കര ടെൻഷനാ.
പിന്നെ എന്താന്ന് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ ന്യൂള് പറഞ്ഞ അല്ല, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല അമ്മ. അതൊക്കെ എല്ലാരും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, എല്ലാരും അറിയുന്നുണ്ട്. നാളെ ഇത് അമ്മയ്ക്ക് ഒന്നും പറയാൻ കിട്ടില്ല, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ വാർത്ത വെച്ച് കണ്ടപ്പോ ഇപ്പൊ മേം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. ശരി, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇത് സഹിക്കാനുള്ള ഒരു ശക്തി കൊടുക്കണേ ഭഗവാനെ എന്ന് മാത്രം ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചത്. സത്യം മേം പറഞ്ഞപ്പോ ഇതൊക്കെ ഞാൻ ആലോചിച്ചു പോയതാട്ടാ, പറയാതിരിക്കാൻ പറ്റാഞ്ഞിട്ട് പറഞ്ഞതാണ്. സമയം ഒരുപാടായി. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓരോ കാര്യങ്ങളും മാം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോ എന്താ പറയാ, കൂടുതൽ മാമിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു. അറിയില്ല. ഐ ലവ് യു സോ മച്ച് മാം. താങ്ക് യു. കണ്ട ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. ഇത് കേട്ടപ്പോ എനിക്ക് എന്ത് തോന്നി, എന്നിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊരു കുഞ്ഞു പോയിന്റുമായിട്ട് ഇവിടെ വന്നതെങ്കിലും ഇവിടുന്ന് ഞാൻ അതിനേക്കാളും വലിയൊരു അറിവുമായിട്ടാണ് തിരിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതൊരു ബ്ലെസ്സിങ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞത്, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയ കാര്യം ഇന്ന് 30 മിനിറ്റ് ഇത്രയും സമ്പന്നമായിട്ട് നമുക്ക് എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. അതാണ് യൂണിവേഴ്സിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു പക്ഷെ നമുക്ക് ഏവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം യൂണിവേഴ്സ് ഇന്ന് നമുക്ക് ഇത്രയും അനുഗ്രഹ സമ്പത്തുമായിട്ട് നമ്മളിലൂടെ കടന്നുപോയത്. എന്തായാലും ആ യൂണിവേഴ്സിന് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാൻ, നമുക്ക് എല്ലാവർക്കും നന്ദി. കാരണം ഈ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് കിട്ടിയ അനുഭവം അറിവും വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എനിവേ എല്ലാവരും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരുടെ ലൈഫിൽ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ. Thank you ma'am. Thank you, ma'am. Thank you so much. Thank you Gopika ma'am. Thanks so much. താങ്ക് യു ഓൾ. Magic morning. Thank you all.